ഹലോ ഗൈസ്, ബഡ്ജസ് വ്ളോഗിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ചെയ്യുന്നത് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം വരെ ഉള്ള യാത്രയാണ്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം പണികൾ പൂർത്തിയായി, ഇനി എത്രത്തോളം പണികൾ പൂർത്തിയാവാനുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് കൊല്ലം ബൈപ്പാസിലൂടെയാണ്. അത്യാവശ്യം എല്ലായിടത്തും ഇപ്പോൾ പുതിയ ബൈപ്പാസല്ല, പുതിയ റോഡ് വരുന്നത് നിങ്ങൾക്കറിയാം. ഇനി സിഗ്നലില്ലാത്ത ഹൈവേ ആണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ ജംഗ്ഷൻ ഉണ്ടോ അവിടെയൊക്കെ ഫ്ലൈ ഓവറോ അണ്ടർപാസോ പണിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഹൈവേയുടെ പണി വളരെ വേഗത്തിൽ പൂർത്തിയാവാത്തത്. കണ്ടോ, അവിടെയൊക്കെ വലിയ ഇപ്പം നമ്മൾ ബൈപ്പാസ് കഴിഞ്ഞു, കൊല്ലം ബൈപ്പാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൊല്ലം ബൈപ്പാസ് കഴിഞ്ഞ നമ്മൾ ഈ സർവീസ് റോഡ് വഴി വേണം ഏകദേശം കൊട്ടിയം അടുത്ത് വരെ സർവീസ് റോഡ് വഴി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നല്ല ബ്ലോക്ക് കിട്ടാൻ കൊട്ടിയത്ത് എത്തിയതേ ഉള്ളൂ, നല്ല ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ധൃതിയുള്ളവർ ഒരിക്കലും ഹൈവേയിലൂടെ വരരുത്. നിങ്ങൾ MC റോഡോ അതുപോലെ നമുക്ക് പടിഞ്ഞാറൻ വഴി റോഡുണ്ട്, അതിലും വഴി വേണം പോകാനായിട്ട്. പിന്നെ എൻ്റെ 2 വീലർ ചേട്ടന്മാരോടുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങൾക്ക് ഒരുപാട് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങണം. ഈ ഇല്ലാത്ത വഴിയിലൂടെ ഒന്നാമത് ഇപ്പുറത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്, അപ്പുറത്ത് അവരുടെ പല പല സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇടവഴി കൂടെയൊക്കെ നിങ്ങൾ വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. 5 സെക്കൻഡോ 10 സെക്കൻഡോ അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു 10 മിനിറ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നമ്മൾ കളയരുത്. നിങ്ങൾക്ക് നേരത്തെ ഇറങ്ങിയാൽ അത് ഒരു നല്ലൊരു കാര്യമായിരിക്കും. കാരണം കണ്ടോ, ഇതാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ. പല റോഡിൻ്റെ അടുത്തും ഇങ്ങനെയാണ്, വെള്ളക്കെട്ടുകളുണ്ട്. ചില റോഡുകളിലൊക്കെ നല്ലപോലെ ടാർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓക്കെ. എന്നാൽ ചില സ്ഥലങ്ങളിൽ ടാറെന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല. കണ്ടോ, എൻ്റെ ഒരു നിഗമനം, നമ്മൾ ടുവേഴ്സ് ട്രിവാൻഡ്രം റോഡ് വളരെ പരിതാപകരമാണ്. ബട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ റിട്ടേൺ വരികയാണെങ്കിൽ പുതിയ റോഡിലൂടെയൊക്കെയാണ് നമ്മൾ വരുന്നത്. സർവീസ് റോഡ് വഴിയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു മഴ പെയ്തപ്പോൾ ഉള്ള സ്ഥിതിയാണിത്. നമ്മുടെ വേനൽ മഴ പെയ്തപ്പോൾ ഉള്ള നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ്. ഇനി ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മുടെ മഴ പെയ്തു തുടങ്ങുമ്പോൾ എന്തുമാത്രം അവസ്ഥയാവും എന്നൊന്നും അറിയില്ല. പ്രത്യേകിച്ച് 2 വീലർ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം തന്നെ പോകുവാനായിട്ട്. കുഴിയിൽ വീഴുമ്പോഴാണ് ആ കുഴിയുടെ വലിപ്പം. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിന്നതാണ്. അപ്പോൾ അവർ സൈഡ് പിടിച്ച് വന്നതാണ്. അവരും പ്രതീക്ഷിച്ചില്ല അത്രയും വലിയൊരു കുഴിയായിരിക്കുമെന്ന്. ആ കുഴിയിൽ അവർ പാവം വീണു. നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മളൊന്ന് പോയി ഹെൽപ്പ് ചെയ്തേനെ, നമുക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ നമ്മുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് നല്ല സുന്ദരമായിട്ടുള്ള റോഡ്, ഇനി ഭാവിയിലെ റോഡ് ഇതാണ്. സർവീസ് റോഡ് 3 ട്രാക്ക് അങ്ങോട്ട്, 3 ട്രാക്ക് ഇങ്ങോട്ട്. ഇതുപോലെയുള്ള റോഡ് അടുത്ത വർഷം നമുക്ക് പണിത് കിട്ടും എന്നാണ് പറയുന്നതെങ്കിലും ഇനിയും ധാരാളം പണികൾ പൂർത്തിയാവാനുണ്ട്. അതുകൊണ്ട് അടുത്ത വർഷം ഡിസംബറിലോ അല്ലെങ്കിൽ മാർച്ചിലോ പണി പൂർത്തിയാകും എന്ന് ഞങ്ങൾ ആരും തന്നെ കരുതുന്നില്ല. കാരണം ഇനിയും ധാരാളം ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഇവിടുത്തെ തന്നെ കാര്യം, നമ്മുടെ ആദ്യത്തെ ഫ്ലൈ ഓവറാണ് ഇത്. കണ്ടോ വെള്ളം, ഒരു രക്ഷയില്ല. പിന്നെ വലിയ മഴയൊന്നുമല്ല പെയ്തത്, ചെറിയൊരു മഴയായിരുന്നു. ആ ഒരു ചെറിയ മഴയത്ത് ഇതാണ് നമ്മുടെ അവസ്ഥ. പിന്നെ ഇങ്ങനെയുള്ള റോഡും, ഈ റോഡിലൂടെ വാഹനം ഓടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കൊല്ലം തിരുവനന്തപുരം 1 മണിക്കൂർ ധാരാളമായിരിക്കും. നോ സിഗ്നൽ. പിന്നെ നമ്മുടെ MVD ചേട്ടന്മാർ 60ഉം 80ഉം ഒക്കെ സ്പീഡ് ലിമിറ്റ് വെച്ചാൽ ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ എടുക്കും. ഇല്ലെങ്കിൽ ഞാനൊരു തമാശ പറഞ്ഞതാണ്, കാരണം എവിടെ ഉണ്ടെങ്കിലും ക്യാമറ വെക്കുക എന്നുള്ളതാണല്ലോ മെയിൻ പരിപാടി. ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ, നമ്മുടെ ആ ഒരു ഫ്ലോ അങ്ങ് പോകുന്ന തരത്തിലാണ് റോഡ് പണി നടക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം പാരിപ്പള്ളി അടുത്ത് എത്താറായി. പാരിപ്പള്ളി തൊട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു വണ്ടീനെ അവിടെ നിന്ന് കണ്ടപ്പോൾ സ്പൈഡർമാനാണ് വണ്ടിയുടെ മുകളിലെ, നല്ല രസമുണ്ട്. അപ്പോൾ
ഇതിപ്പോൾ കല്ലുവാതുക്കലാണ്. കണ്ട ആർക്കും ഒരു ക്ഷമ എന്ന് പറയുന്ന സാധനമില്ല. മുമ്പോട്ട് വന്നാൽ അവൻ അങ്ങോട്ട് പോകാമെന്നുള്ളതാണ്. വണ്ടി വരുന്നു, അവൻ മുമ്പോട്ടെടുത്തു, അവൻ പോയിട്ട് പോകാം എന്നുള്ള ഇതൊന്നുമില്ല. എല്ലായിടത്തും നല്ല ശക്തമായിട്ടുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതാ പലരും പറഞ്ഞു പുതിയ ഹൈവേ വരുമ്പോൾ ഫാസ്ടാഗ് നിർബന്ധമാക്കും, ടോൾ ഗേറ്റൊന്നുമില്ല, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ഫാസ്ടാഗിൽ നിന്ന് തന്നെ എന്തോ കണക്ട് ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ച് കിലോമീറ്ററിനനുസരിച്ച് കാശ് പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ എവിടെ കണ്ടത്, അതായത് നമ്മുടെ ഏകദേശം പാരിപ്പള്ളി എത്താറായി, അവിടെയാണ് ഈ ടോൾ ഗേറ്റ് ഞാൻ കണ്ടത്. നമ്മുടെ സാധാരണ കുമ്പളത്ത് ഓപ്പോസിറ്റും നമ്മുടെ ഡയറക്ഷനിലൊക്കെ ഒരേപോലെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആദ്യം നമ്മൾ കണ്ടത് ടുവേർഡ്സ് ട്രിവാൻഡ്രം, ഇപ്പുറത്ത് കെട്ടിടം പണിയുന്നുണ്ട്, അത് ടുവേർഡ്സ് ആലപ്പുഴ, ടുവേർഡ്സ് എറണാകുളം വരുന്നവരുടെ വണ്ടി പോകുന്ന വഴിയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഭീമാകാരമായിട്ടുള്ള ടോൾ ഗേറ്റാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ഉറപ്പിച്ചോ, ടോളുണ്ട്. അങ്ങനെ പാരിപ്പള്ളി എത്തിയിരിക്കുകയാണ്. പാരിപ്പള്ളി എത്തിയപ്പോൾ എന്താണെന്നറിയില്ല, ഒരു രക്ഷയില്ല. 3 ലൈനുള്ള വണ്ടി ഇപ്പം 4ഉം 5ഉം ഒക്കെ. പിന്നെ നമ്മുടെ KSRTC അറിയാമല്ലോ, എവിടെ കുത്തിരിപ്പുണ്ടെങ്കിലും അവിടെ കയറ്റുക എന്നുള്ളതാണ്. ഒരു രക്ഷയില്ല. ഇത് എഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അവന്മാരുടെ ലവ്, സേഫ്റ്റി, മാരി റൂൾസ്, ഡൈവേഴ്സ്, സ്പീഡ്. നമ്മൾ ഡൈവേർട്ട് ചെയ്താണ് വിട്ടത്. സർവീസ് റോഡ് വഴി നമ്മുടെ വണ്ടി പോയില്ല എന്ന് പറഞ്ഞു, ഡൈവേർട്ട് ചെയ്തു. പക്ഷെ എന്നാലും വേറെ കുറേയധികം വാഹനങ്ങൾ സർവീസ് റോഡ് വഴി പോകുന്നത് കണ്ടു. പക്ഷെ അങ്ങോട്ടുള്ള വണ്ടികൾ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പതുക്കെ നമ്മുടെ വണ്ടി മൂവ് ചെയ്തു. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിന് മുമ്പിൽ വല്ല ആക്സിഡൻ്റ് ആണോ, അതോ ഇനി വല്ല ജാഥയോ പ്രകടനമോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യവും ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. ആകെപ്പാടെ കണ്ടത് അത് ഈ ജംഗ്ഷനിലുള്ള കുരുക്കാണ്. ഇതാണ് മെയിൻ കാരണം. 1.5 മണിക്കൂറാണ് ഗൈസ് ഞങ്ങൾ ആ പാരിപ്പള്ളിയിൽ. ഇപ്പോഴും പാരിപ്പള്ളി കടന്നിട്ടില്ല. ഇതാണ് പാരിപ്പള്ളി ജംഗ്ഷൻ. ഈ 1 കിലോമീറ്റർ കടക്കാൻ 1 മണിക്കൂറോളം ഞങ്ങളെടുത്തു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, വാഹനം ഓടിക്കുന്നവർക്ക് മനസ്സിലാവും, ഓട്ടോ ഷിഫ്റ്റ് അല്ല എങ്കിൽ, നമ്മുടെ മാനുവൽ ഗിയർ ആണെങ്കിൽ അത് എത്രത്തോളം പ്രയാസമായിരിക്കും. കാരണം നമ്മുടെ വാഹനം കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതൊരു വിഷയമല്ല. പക്ഷേ ഇത് ഹാഫ് ക്ലച്ചിൽ വണ്ടി നിർത്തിയെടുക്കുക നമുക്കും പ്രശ്നമാണ്, വണ്ടികൾക്കും പ്രശ്നമാണ്. എന്തായാലും അത് കഴിഞ്ഞ് കുരുക്കഴിച്ച് നമ്മൾ മുന്നോട്ട് വന്നപ്പോഴേക്കും പിന്നെയും മനോഹരമായ റോഡ്. ഈ റോഡ് കാണുമ്പോഴാണ് നമുക്ക് ഓടിക്കാൻ കൊതിയാകുന്നത്, നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നത്. ഇതുപോലുള്ള റോഡ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കി തന്നാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു ഉപകാരമായിരിക്കും. എന്തായാലും പണിയൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും സാമഗ്രികൾ കിട്ടുന്നില്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെ നമ്മൾ കല്ലമ്പലം എത്തിയിരിക്കുകയാണ്. കല്ലമ്പലത്തൊക്കെ മനോഹരമായിട്ടുള്ള കല്ലമ്പലം, പാരിപ്പള്ളി, ചാത്തന്നൂരിലൊക്കെ നല്ല നല്ല വലിയ ഫ്ലൈ ഓവറുകളാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കല്ലമ്പലം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഏകദേശം ആറ്റിങ്ങൽ എത്താറായി. ഇവിടെ നിന്നാണ് എൻ്റെ ഈ കാണുന്ന റൈറ്റ് സൈഡിലൂടെയാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് ആരംഭിക്കുന്നത്. വീലൂർ എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ്. അപ്പോൾ ഇനി നമ്മൾ ആറ്റിങ്ങൽ ടൗണിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുമ്പോൾ ഇവിടെ റോഡിൻ്റെ പണിയൊന്നും നടക്കുന്നില്ല. ഇവിടെ ഇപ്പോഴും പഴയ റോഡ് തന്നെയാണ്. ഇവിടെ ഇപ്പോഴും സിംഗിൾ ലൈൻ തന്നെയാണ്. അങ്ങനെ നമ്മൾ ആറ്റിങ്ങൽ ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഈ റോഡിന് വീതി കൂട്ടേണ്ടതില്ല. ഇനി ഭാവിയിൽ വീതി കൂട്ടുമോ ഇല്ലയോ എന്നറിയില്ല. അങ്ങനെ നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസ് ഇവിടെയാണ് വന്ന് കയറുന്നത്, മാമം എന്ന് പറയുന്ന സ്ഥലത്ത്. ആറ്റിങ്ങൽ പഴയതുപോലെ അത്രയും വലിയ ബ്ലോക്കില്ല. പണ്ട് ആറ്റിങ്ങൽ പോകുമ്പോൾ നമ്മൾ ടുവേർഡ്സ് ട്രിവാൻഡ്രം ആകുമ്പോൾ നമുക്ക് നേരിട്ട് വരായിരുന്നു. ബട്ട് തിരിച്ച് പോകുമ്പോൾ ആലപ്പുഴയ്ക്കാണെങ്കിൽ പോകുന്നതെങ്കിൽ ഒരു റൗണ്ട്, ഒരു 1 വേ ആയിരുന്നു. അതുപോലെ ഇത് മംഗലപുരം, പണ്ട് ഈ കാണുന്ന വഴിയിലൂടെ ആയിരുന്നു എല്ലാ വാഹനങ്ങളും കയറ്റി വിട്ടത്. 1 വേ ആയിരുന്നു. ആ മംഗലപുരം വഴി കറങ്ങി ഒരു 2 കിലോമീറ്റർ നേരെ പോകുന്നതിന് വേണ്ടി നമ്മൾ ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ചുറ്റിച്ചാണ് കണിയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നത്. പക്ഷേ ഇപ്പോൾ വലിയ വാഹനങ്ങൾ മാത്രമേ കറക്കി വിടുന്നുള്ളൂ. നമ്മുടെ ചെറിയ വാഹനങ്ങൾ, കാറ്, ബൈക്ക്, ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ നേരെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കണിയാപുരത്തെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. കണിയാപുരം എത്തിച്ചേർന്നിരിക്കുന്നു.
നമുക്ക് പാരിപ്പള്ളി കഴിഞ്ഞതിന് ശേഷം പാരിപ്പള്ളിയിലായിരുന്നു കൊട്ടിയം പാരിപ്പള്ളി, അവിടെയാണ് നല്ല ബ്ലോക്ക് കിട്ടിയത്. അത് ആ ടൈമിൻ്റേതാണോ? കാരണം നമ്മൾ ഇറങ്ങുന്നത് 1:30-ക്കാണ് കൊല്ലത്തുനിന്ന് ഇറങ്ങിയത്. 2 മണി കൊട്ടിയം, അവിടെ തൊട്ടേ ബ്ലോക്ക് തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഏകദേശം കഴക്കൂട്ടം അടുത്തെത്താറായി. കഴക്കൂട്ടം വരെയാണ് നമ്മുടെ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ. കാരണം കഴക്കൂട്ടത്തുനിന്ന് അങ്ങോട്ട് റോഡ് ഓൾറെഡി 4 ലൈനുണ്ട്. അപ്പോൾ കഴക്കൂട്ടം വരെ ആണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിനകത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആലപ്പുഴ, കൊല്ലം ജില്ലകളെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലാണ് പണി വേഗത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം കൊല്ലത്ത് ഓൾറെഡി ഒരു ഫ്ലൈ ഓവർ നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ ഇതുവരെ ഒരു ഫ്ലൈ ഓവർ പോലും പണി പൂർത്തിയായിട്ടില്ല. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മണിക്കൂറുകൾ കുരുക്കിൽ പെട്ടുകൊണ്ട് നമ്മൾ തിരുവനന്തപുരം കഴക്കൂട്ടം ഫ്ലൈ ഓവറിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനിയും അടുത്തടുത്ത വീഡിയോകൾ വരും, എല്ലാവരും കാണുക. ഓക്കെ, ബൈ.